പ്രിയമുള്ളവരെ, മറ്റം കത്തോലിക്ക കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി മാസത്തോടനുബന്ധിച്ച് ഈ ജൂൺ മാസത്തിൽ മറ്റം പള്ളിമുറ്റത്ത് വൃക്ഷത്തൈ വിതരണോദ്ഘാടനം നടക്കുകയുണ്ടായി. മറ്റം സെൻറ് തോമസ് ഫൊറോനപ്പള്ളി സഹവികാരി റവറൻഡ് ഫാദർ ജോയൽ ചിറമൽ CMI ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഫൊറോനപ്പള്ളി നടത്തുകൈക്കാരൻ ജിൻസൺ KR ആദ്യ വൃക്ഷത്തൈ നൽകിയത്. തുടർന്ന് മറ്റം സെൻറ് തോമസ് ഫൊറോനപ്പള്ളി കുടുംബക്കൂട്ടായ്മ കേന്ദ്ര സമിതി പ്രസിഡന്റ് EJ ജോഫിക്ക് രണ്ടാമത്തെ വൃക്ഷത്തൈ നൽകി. ഇടവകയിലെ മുതിർന്ന കർഷകനായ റപ്പായി ഇടക്കൽത്തൂരിനാണ് മൂന്നാമത്തെ വൃക്ഷത്തൈ നൽകിയത്. തുടർന്ന് ഇടവകയിലെ അംഗങ്ങൾക്ക് വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. ഈ പരിപാടിയോടനുബന്ധിച്ച് മറ്റം പള്ളിയിലെയും പരിസരങ്ങളിലെയും മറ്റം സെൻറ്ററിലെയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിൻ്റെ ഉദ്ഘാടനം വെരി റവറൻഡ് ഫാദർ ഷാജു ഊക്കൻ അവர்கள் നിർവഹിക്കുകയുണ്ടായി. ഡീക്കൻ ജിമിൻ കൂട്ടൂർ CMI സന്നിഹിതനായിരുന്നു. കത്തോലിക്ക കോൺഗ്രസ് യൂണിറ്റ് പ്രസിഡന്റ് EF സണ്ണി സ്വാഗതവും സെക്രട്ടറി മിൽട്ടൺ ഫ്രാൻസിസ് നന്ദിയും പറഞ്ഞു. ട്രഷറർ CJ ബാബു, വൈസ് പ്രസിഡന്റ് അൽഫോൺസ റാഫേൽ, ജോയിന്റ് സെക്രട്ടറി PA ജാൻസി, രൂപതാ പ്രതിനിധി ജോൺസൺ കാക്കശ്ശേരി, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ലിസ്റ്റൻ വർഗീസ്, ജോസി EJ, PT സേവി എന്നിവർ നേതൃത്വം നൽകി. മറ്റം കത്തോലിക്ക കോൺഗ്രസിലെ മുഴുവൻ അംഗങ്ങളും ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. മറ്റം സെൻറ്ററിലെ ഗേൾസ് ഹൈസ്കൂൾ വരെയുള്ള ഭാഗം, പള്ളിയുടെ ചുറ്റുഭാഗമുള്ള പള്ളികൾ, കുരിശുപള്ളി റോഡ്, ആളൂർ റോഡിൻ്റെ സൊസൈറ്റി വരെയുള്ള ഭാഗങ്ങൾ തുടങ്ങിയ പ്രധാനപ്പെട്ട മറ്റം സെൻറ്ററിനോട് അടുത്ത് കിടക്കുന്ന ഭാഗങ്ങളിലാണ് കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രവർത്തകർ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്തത്. ആ പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം പഞ്ചായത്തിൻ്റെ ആ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന സ്ഥലത്ത് അവരെ സുരക്ഷിതമായി എത്തിക്കുകയാണ് ഉണ്ടായത്. പരിപാടികൾ പങ്കെടുത്ത എല്ലാ അംഗങ്ങൾക്കും ഇടവകക്കാർക്കും ഇതിനോട് സഹകരിച്ച എല്ലാ ആളുകൾക്കും സെക്രട്ടറി മിൽട്ടൺ ഫ്രാൻസിസ് നന്ദി പറഞ്ഞു.